CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിങ്കളാഴ്ച ഇ.പി. ജയരാജൻ വിഷയം ചർച്ചയാക്കും. ഇ.പി. ജയരാജൻ BJP പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച വിഷയം ചർച്ചയാകും. തെരഞ്ഞെടുപ്പ് അവലോകനവും ചർച്ചയ്ക്ക് വരും. ഇ.പിയും ജാവ്ദേക്കർ കൂടിക്കാഴ്ച വിവാദം പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുകയാണെന്നും നടപടി വേണമെന്നും പാർട്ടിയിലെ നേതാക്കൾക്ക് അഭിപ്രായമുണ്ട്. അതിൻ്റെ സൂചനയാണ് തോമസ് ഐസക് വരെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇ.പിയുടെ വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രി ഇ.പിയുടെ കൂട്ടുകെട്ട് ശരിയല്ല എന്ന് പാപി ശിവനുമൊപ്പം കൂടിയാൽ ശിവനും പാപിയാകുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ വി.ഡി. സതീശൻ പറയുന്നത് ഇ.പി. ജയരാജൻ ദൂതൻ മാത്രമാണ്, പിന്നിലെ സൂത്രധാരൻ മുഖ്യമന്ത്രിയാണ്. മാസപ്പടി കരുവന്നൂർ ലാവ്ലിൻ പ്രശ്നത്തിൽ ധാരണയുണ്ടാക്കാനാണ് ചർച്ച നടത്തിയത്. ഇ.പി. ജയരാജൻ ബലിയാടാവുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഇ.പി. നിരന്തരം വിവാദ തലങ്ങളിൽ തലയിടുന്നതായും എല്ലാവരിലും അത് ഒരു അതൃപ്തി ഉണ്ടാക്കിയെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. കെ. സുധാകരനും ഇ.പി. ജയരാജനും പരസ്പരം BJPയിൽ പോകുന്നുവെന്ന ആരോപണം ശക്തമായിരുന്നു. അവസാനം ഇ.പി. ജയരാജനാണ് സംശയത്തിൻ്റെ നിഴലിൽ പ്രതിക്കൂട്ടിലായതെന്നാണ് പറയുന്നത്. വോട്ടിനു വേണ്ടി ഒരു പ്രധാനമന്ത്രി ഇത്രയും തരം താഴാൻ പാടില്ല. മോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP മുൻ കേന്ദ്രമന്ത്രി യശ്വന്ത് സിൻഹ. മുസ്ലിം വിദ്വേഷ പരാമർശത്തിലൂടെ വോട്ട് പിടിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിക്കുകയാണ് മുൻ കേന്ദ്രമന്ത്രി. ഒരു പ്രധാനമന്ത്രി ഇത്രയും തരം താഴുന്നത് ഞാൻ ആദ്യമായാണ് കാണുന്നത്. നെഹ്റുവിൻ്റെ കാലം മുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ ഞാൻ നിരീക്ഷിക്കാറുണ്ട്. രണ്ടുപേരുമായും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. വോട്ട് കിട്ടാൻ ഇപ്പോഴുള്ള പ്രധാനമന്ത്രിയെപ്പോലെ ഒരു പ്രധാനമന്ത്രിയും തരം താഴ്ന്നിട്ടില്ല. ഞാൻ മുൻപൊരിക്കലും കണ്ടിട്ടുമില്ലെന്നും സിൻഹ പറഞ്ഞു. ഈ മനുഷ്യൻ എത്ര കള്ളം പറയുന്നു. പാർട്ടിയുടെ അവസ്ഥയും രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളും ഗുരുതരമായ അവസ്ഥയിലാക്കിയെന്നും യശ്വന്ത് സിൻഹ പറഞ്ഞു. BJPക്ക് വേണ്ടി വാജ്പേയിയുടെ കൂടെ അഹോരാത്രം പാടുപെട്ടവരാണ് LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ജശ്വന്ത് സിൻഹ എന്നീ പ്രമുഖരെല്ലാം ഒഴിവാക്കിയാണ് സ്വന്തം താൽപ്പര്യങ്ങൾ നടപ്പിലാക്കുന്നത്. മോദിക്കെതിരെ കടുത്ത ആരോപണവുമായാണ് ജനങ്ങളും ഇതുതന്നെയാണ് ഉന്നയിക്കുന്നതെന്ന്. ഞാൻ പറയാൻ തുടങ്ങിയാൽ പത്മജ പുറത്തിറങ്ങി നടക്കില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന പത്മജ വേണുഗോപാലിനെതിരെ കാസർഗോഡ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു പരസ്യ സംവാദത്തിന് പത്മജയെ വെല്ലുവിളിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ, പത്മജ എന്നെ കൊണ്ട് കൂടുതൽ പറയിക്കരുത്. 1973 ചരിത്രം ഞാൻ വിളിച്ചു പറയും. ആ ചരിത്രം ഒക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ് ഞാൻ എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പത്മജയ്ക്ക് മുന്നറിയിപ്പ് നൽകി. ഗവർണൻസ് സർക്കാർ പോര് തുടങ്ങി. വാക്പോരുകൾ നടത്തിയതെല്ലാം വൃഥാവായി പോയി. ബില്ലുകൾ പിടിച്ചു വെച്ചതുകൊണ്ട് എന്ത് നേട്ടമുണ്ടാക്കിയെന്നാണ് പൊതുജനങ്ങൾ ചോദിക്കുന്നത്. കേന്ദ്രത്തിൽ മന്ത്രിസഭ മാറുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഒപ്പുവെക്കാൻ കാരണമെന്നും ജനങ്ങൾ പറയുന്നുണ്ട്. ഇ.പി. ജയരാജൻ വെറും ദൂതൻ മാത്രം, സൂത്രധാരകൻ മുഖ്യമന്ത്രിയാണെന്ന ആരോപണം. ലാവ്ലിൻ കേസും കരുവന്നൂർ കൊള്ളയും മാസപ്പടി വിഷയത്തിലും പരസ്പര ധാരണ ഉണ്ടാക്കാനാണ് കൂടിക്കാഴ്ചയെന്ന വ്യാപക ആരോപണങ്ങൾ തുടരുന്നു. ഇ.പി. ജയരാജൻ ബലിയാടായി എന്നും പറയുന്നു. യെച്ചൂരിക്ക് ഇരട്ടത്താപ്പെന്ന് UDF പ്രവർത്തകർ. ഇ.പി. ജയരാജൻ്റെ പ്രശ്നത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് അത് സംസ്ഥാന ഘടകം തീരുമാനിച്ചു, അത് അവർ പറഞ്ഞു തീർക്കും. അതേസമയം രാഹുലിനെതിരെ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ പെട്ടെന്ന് പ്രതികരിക്കാൻ കാരാട്ടും യെച്ചൂരിയും തയ്യാറായി എന്നും UDF നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. 2019 വോട്ട് ശതമാനത്തിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ കുറവ് വന്നത് മുന്നണികൾക്കും ബാധകമാവില്ല എന്നു തന്നെയാണ് ഉറപ്പിച്ച് പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ നേതാക്കൾ പല അഭിപ്രായങ്ങളും പറയും. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നു കഴിഞ്ഞാൽ കുറേ നേതാക്കളെ രംഗത്ത് കാണില്ലെന്നും ജനങ്ങൾ വിശ്വസിക്കുന്നു.